വെറും 10 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ പല റെക്കോർഡുകളും കടത്തിവെട്ടിക്കൊണ്ടാണ് ഇപ്പൊ സുകുമാർ സംവിധാനത്തിൽ വന്ന അല്ലു അർജുൻ സിനിമ പുഷ്പ 2 ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും പുഷ്പ 2വിനോടനുബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ 1350 കോടി രൂപയാണ് ഓൾ ഇന്ത്യൻ ലെവലിൽ ഇപ്പൊ കളക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ വെച്ച് ഏറ്റവും വലിയ റെക്കോർഡുകളാണ്. ഇനിയും പല റെക്കോർഡുകളും കടത്തിവെട്ടാനായിട്ട് പുഷ്പയ്ക്ക് സാധിക്കും. ഡേ ടു ഡേ ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ടിക്കറ്റുകളാണ് പുഷ്പ 2വിന് ഡേ ടു ഡേ വിറ്റ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല റെക്കോർഡുകളും ഇനി പുഷ്പ 2 കടത്തിവെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും സിനിമയോടനുബന്ധിച്ചുകൊണ്ട് ചില കോൺട്രവേഴ്സിയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊന്നുമല്ല, അല്ലു അർജുൻ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ ചെന്ന സമയത്ത് ആ ഒരു തിയേറ്ററും അതുപോലെ തന്നെ ഈ പറയുന്ന അല്ലു അർജുൻ ചെല്ലുമെന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അല്ലു അർജുൻ ആ ഒരു തിയേറ്ററിൽ കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ആ ഒരു സ്ത്രീയുടെ വീട്ടുകാർ പരാതി കൊടുത്ത സമയത്ത് അല്ലു അർജുനെ കൂടി ഇതിലൊരു പ്രതിയാക്കിയാണ് ആ ഒരു ഈ പറയുന്ന പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ചുകൊണ്ട് അല്ലു അർജുന്റെ ഫ്ളാറ്റിൽ നിന്ന് ഈ പറയുന്ന അല്ലുവിനെ അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അല്ലു അർജുന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം സെക്യൂരിറ്റിയോടുകൂടി അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴി ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഫോളോ ചെയ്തുകൊണ്ട് പല ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അദ്ദേഹം വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി വീടാകെ ടൈറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലുവിനെ പോലൊരു ആളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടും. കാരണം ജാമ്യം കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഈ പറയുന്ന കുറ്റങ്ങളാണ് അല്ലു അർജുന് മേലിൽ ഇപ്പൊ ചുമത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തിയേറ്ററിൽ സംഭവിച്ച പല കാര്യങ്ങളും അല്ലു അർജുൻ നേരിട്ട് അറിഞ്ഞതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കോ ആയിരുന്നില്ല. അത് നമുക്കറിയാം. അദ്ദേഹം സിനിമ കാണാനായിട്ട് ചെല്ലുന്നു എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചിരുന്നതാണ്. അദ്ദേഹവും അസോസിയേറ്റും എല്ലാവരും കൂടി ആ ഒരു സിനിമ കാണാനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ തിയേറ്ററിൽ ചെല്ലുമെന്നുള്ള കാര്യം നേരത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. ആ ഒരു തിയേറ്ററിലെ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളും അതിനുള്ള ആ ഒരു പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്ന ജനങ്ങൾക്കും ഈ പറയുന്ന അല്ലു അർജുനും ഒരു സേഫ്റ്റി പ്രിക്കോഷൻസും ഒന്നും തന്നെ ആ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാൻസിന്റെ തിക്കിലും തിരക്കിലും ഇടപെട്ട് ഒരു സ്ത്രീക്ക് തങ്ങളുടെ ആ ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. എന്തൊക്കെയാണെങ്കിലും പുഷ്പ 2വിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യൻ ലെവലിൽ പല റെക്കോർഡുകളും കടത്തി വെട്ടിക്കൊണ്ടാണ് ഇപ്പൊ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും സിനിമ ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ഇത്തരത്തിലുള്ള സങ്കടങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലുവിനെ റിമാൻഡ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ജാമ്യം കിട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിനോടനുബന്ധിച്ചുകൊണ്ട് അല്ലു അർജുനും അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പരാതിയിൽ ഈ പറയുന്ന പ്രതികളായിട്ടുണ്ടായിരുന്ന പലർക്കും കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണെങ്കിലും ഒരു ജീവൻ പോയിട്ട് നമുക്ക് അതൊരിക്കലും കോമ്പൻസേഷൻ കൊടുത്തിട്ട് അത് മേക്ക് ഓവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരിക്കലും ഇത് അല്ലു അർജുന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയാനും നമുക്ക് ഈ ഒരു സമയത്ത് സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും സിനിമ ഇത്തരത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് ചെല്ലുമ്പോഴും ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും ആ ഒരു സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സിനിമ കാണാനായിട്ട് അല്ലെങ്കിൽ അല്ലുവിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ആ ഒരു സിനിമ കാണാൻ ചെന്നിട്ട് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സംഭവം ആ ഒരു തിയേറ്ററിൽ സംഭവിച്ചതിൽ ഒരുപാടധികം സങ്കടമുണ്ട്. അതുപോലെ തന്നെ ഫാൻസിനെയൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പല സേഫ്റ്റി പ്രിക്കോഷൻസും എടുക്കേണ്ട തിയേറ്ററുകൾ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും അതിനോടനുബന്ധിച്ചുകൊണ്ട് പല കാര്യങ്ങളും ബുദ്ധിമുട്ടാവുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ആക്ടറിന് തൻ്റെ ആ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ജയിലിൽ പോകേണ്ടതായിട്ട് വരുന്നതും എല്ലാവരും ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് നോക്കിയും കണ്ടും ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതുപോലുള്ള സെലിബ്രിറ്റീസ് വരുന്ന സമയത്ത് എന്തൊക്കെയാണെങ്കിലും വളരെ ക്രൗഡഡ് ആയിരിക്കും ആ ഒരു ഏരിയ. ഇതിപ്പോ വിജയ് ആയാലും അല്ലു അർജുൻ ആയാലും അങ്ങനെ ആരായി കഴിഞ്ഞാലും അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ആളുകൾ തന്നെയാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു പ്ലേസിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം ജനങ്ങൾ തരിച്ചുകൂടി ഇവരെ കാണാനായിട്ടുള്ള ആ ഒരു വ്യഗ്രതയോടുകൂടി ആർപ്പ് വിളിച്ചും ഓടിക്കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അവിടുത്തെ ആ ഒരു തിയേറ്ററിലെയും അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേഷൻസും ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. അവർ അത്തരത്തിലുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു പ്രശ്നം ആ ഒരു തിയേറ്ററിൽ സംഭവിച്ചത്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും അല്ലു അർജുന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ടൈറ്റ് സെക്യൂരിറ്റിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്